അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. അപ്പം ദൃശ്യം 3 ശനിയാഴ്ച ദിവസം മികച്ച കളക്ഷൻ ഉണ്ടാകും എന്ന് നമ്മൾ രാവിലെ തന്നെ വീഡിയോ പറഞ്ഞു. അത് ശരിവെക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. നമ്മൾ അധികം ഒന്നും ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നലെ ട്രാക്കിംഗ് കളക്ഷൻ ഇതേ സമയം 20 ലക്ഷം രൂപയായിരുന്നു. ഇന്നലെ ടോട്ടൽ കളക്ഷൻ കേരളത്തിൽ നിന്ന് 36 ലക്ഷം രൂപയാണ് ഉണ്ടായത്. ആ സ്ഥാനത്ത് ഇന്ന് ഈ സമയം നോക്കുമ്പോൾ 36 ലക്ഷം രൂപ ട്രാക്കിംഗ് കളക്ഷൻ തന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് 50 ലക്ഷത്തിന് മുകളിൽ 50-55 ലക്ഷം റേഞ്ചിൽ തന്നെ ഇന്ന് കളക്ഷൻ കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്ന് മാത്രമായി 88 കോടി 80 ലക്ഷം 75-80 ലക്ഷത്തിലേക്ക് ചിത്രം എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നാളെ കൊണ്ട് നമ്മുടെ 2018 എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റെക്കോർഡ് തകർക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ടോപ്പ് 4ൽ നിൽക്കുന്നതാണ് 2018. 2023 ഇറങ്ങി 2018. വെള്ളപ്പൊക്കത്തിൻ്റെ കഥ പറഞ്ഞ 2018 എന്ന ചിത്രം 89 കോടി 20 ലക്ഷമാണ്. അപ്പം നാളെ കൊണ്ട് ഞായറാഴ്ചത്തെ കളക്ഷൻ കൊണ്ട് കേരള കളക്ഷൻ 2018 മറികടന്ന് ദൃശ്യം 3 4ാം സ്ഥാനത്തേക്ക് മുന്നേറും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. താമസിക്കാതെ തന്നെ 90 കോടിയിലേക്ക് ദൃശ്യം 3 എത്തും എന്ന് തന്നെ കരുതുന്നു. കാരണം 18-ാം തീയതി OTT റിലീഫാണ്. OTT റിലീഫ് വന്ന ഈ ചിത്രം ഇപ്പോഴും 50 ലക്ഷം നേടുന്നു എന്ന് പറയുമ്പോൾ വളരെ അത്ഭുതകരമായ കാര്യമാണ്. OTT സാധാരണ കേസിൽ നമ്മൾ വിചാരിക്കും OTT വരുന്നുണ്ടല്ലോ, പിന്നെന്തിന് കാശ് മുടക്കി തിയേറ്ററിൽ പോയി ചിത്രം കാണുന്നു എന്നൊക്കെ പ്രതീക്ഷിക്കും. പക്ഷേ ദൃശ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കാരണം OTT വരുന്നതിന് മുമ്പ് തിയേറ്ററിൽ പോയി കണ്ടു തീർക്കുക എന്നുള്ള പ്രേക്ഷക താല്പര്യം തന്നെയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ദൃശ്യത്തെ സംബന്ധിച്ച് അത്ഭുതകരമായ പല കാര്യങ്ങളും കാണുന്നുണ്ട്. കാര്യം ബുക്ക് മൈ ഷോയിൽ ഇപ്പം നമ്മൾ പരിശോധിക്കുമ്പം 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 1 മണിക്കൂറിൽ 1000 ടിക്കറ്റൊക്കെ മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട്. അത് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയിൽ ആദ്യത്തെ സംഭവമാണ്. കാരണം ദൃശ്യം മാത്രമേ ഉള്ളൂ ഇപ്പം ആ റേഞ്ചിൽ നിൽക്കുന്നത്, 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ ഇപ്പം നിൽക്കുന്നത്. കാരണം മറ്റു ചിത്രങ്ങളെല്ലാം 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ നിന്ന് മാറ്റി 24 മണിക്കൂർ ട്രെൻഡിങ്ങിൽ മാറി. കുറച്ച് ദിവസമായിട്ട് ദൃശ്യവും 24 മണിക്കൂർ ട്രെൻഡിങ്ങിലാണെങ്കിൽ ശനിയാഴ്ച അത് തിരിച്ചു വന്നിരിക്കുന്നു, 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. 1000-ൽ പരം ടിക്കറ്റ് മണിക്കൂറിൽ വിറ്റുമാറുന്നു. അങ്ങനെയെങ്കിൽ നാളെയും മികച്ച രീതിയിലുള്ള കളക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം 60 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ ഞായറാഴ്ച ദിവസവും പ്രതീക്ഷിക്കാം എന്ന് തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞായറാഴ്ച കൊണ്ട് ഏകദേശം 89 കോടി കടക്കുന്ന ദൃശ്യം 3 വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. 18-ാം തീയതി OTT വന്നാലും ദൃശ്യം 3 വിശേഷങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഒക്കെ ബൈ.